ഹാൻഡ് ഹൈജീൻ്റെ കാര്യത്തിൽ നമുക്ക് സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ഹോസ്പിറ്റൽ പ്രാക്ടീസ് വേണം. നമ്മുടെ ഒരു പേഷ്യൻറ്റ് ഇൻഫെക്റ്റഡ് പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ട് തൊട്ടടുത്ത പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഇൻഫെക്ഷൻ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് ഫെസിലിറ്റീസ് ഈച്ച് ആൻഡ് എവരി പേഷ്യൻ്റ് കെയർ ഏരിയയിൽ ഉണ്ടാകണം. അത് പറ്റുമെങ്കിൽ ലാർജ് വാഷ് ബേസിൻസ് ഉണ്ടാവണം. അവിടെ സോപ്പ് ഹാൻഡ്സ് ഫ്രീ ടാപ്പുകൾ ഉണ്ടാവണം. ഇലക്ട്രോണിക് ടാപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലോങ് ലിവർ ഉള്ള ഹാൻഡ്സ് ടാപ്പുകൾ അവൈലബിൾ ആണ്. ഫുഡ് ലിവർ ഉള്ള ടാപ്പുകൾ അവൈലബിൾ ആണ്. സോ എനി വൺ ഓഫ് ദ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ദെയർ ഫോർ യൂസിങ് ദ ഹാൻഡ്സ് ഫ്രീ ടാപ്പ് ഫെസിലിറ്റീസ്. സോ നമുക്ക് ആ ഒരു രീതിയിൽ മാറുമ്പോൾ കണ്ടാമിനേഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത് മാത്രമല്ല, ഈ ഹാൻഡ് റബ്ബുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കണം ഓരോ സമയത്തും. കൈ ഡ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ഹാൻഡ് ഹൈജീൻ വാഷ് ഒരു റണ്ണിങ് വാട്ടറിൽ കൈ കഴുകുന്നതാണ് ഏറ്റവും സേഫ് എന്ന് നമുക്കറിയാം. കോവിഡ് സമയത്ത് ഞാനിതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയപ്പം 1-2 ഡോക്ടർമാർ ഭയങ്കരമായിട്ട് എതിർത്തു. ഞങ്ങളിങ്ങനെ റണ്ണിങ് വാട്ടറുമായിട്ട് നടക്കാൻ പറ്റുമോ ഒരാളുടെ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ആക്ച്വലി അതൊരു സപ്പോർട്ടീവായിട്ട്, പേഷ്യൻ്റ് സപ്പോർട്ടീവായിട്ട് അന്ന് ഇറക്കിയൊരു വീഡിയോ ആണ്. പേഷ്യൻസ് ആൾവേസ് റണ്ണിങ് വാട്ടറിൽ കൈ കഴുകണം, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ കഴുകണം എന്ന രീതിയിൽ ഒക്കെയാണ് അതിനെ അന്ന് പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ NABH കൃത്യമായിട്ട് രണ്ടാമത്തെ IPC രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് 3ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് പറയുകയാണ് അഡക്വേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫെസിലിറ്റീസ് ഫോർ ഹാൻഡ് ഹൈജീൻ ഇൻ ഓൾ പേഷ്യൻ്റ് കെയർ ഏരിയാസ് ആർ ആക്സസിബിൾ ടു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എല്ലാ പേഷ്യൻ്റ് കെയർ ഏരിയയിലും ഒരു ഹാൻഡ് ഹൈജീൻ ഫെസിലിറ്റി ഉണ്ടാവണം. അവിടെ വെറുതെ ഒരു റണ്ണിങ് വാട്ടറിൽ കൈ കഴുകാനുള്ള അവസരം കൊടുക്കുക മാത്രമല്ല, ആ കൈ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അവിടെ സോപ്പിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ആ സോപ്പ് എടുക്കുന്നതും ഒരു ഹാൻഡ്സ് ഫ്രീ ആയിരുന്നാൽ കൊള്ളാം. ഇനി ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കൈ ഡ്രൈ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ ഉപയോഗിച്ച വസ്തുക്കൾ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസും അതാത് സ്ഥലത്ത് തന്നെ ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഫെസിലിറ്റീസ് ഉണ്ടാവണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിട്ടാണ് ഈ 3ാമത്തെ സ്റ്റാൻഡേർഡിനെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത ഇതാണ്. കീ പോയിന്റ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിൽ ആ കമ്മിറ്റിയൊക്കെ 1ാമത്തെ നമ്മൾ പഠിച്ചുവെങ്കിലും സ്റ്റാൻഡേർഡിൽ എങ്ങനെ അത് നടപ്പിലാക്കണം എന്നതിനാണ്. ആവശ്യത്തിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്തു, അതനുസരിച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. ഹാൻഡ് ഹൈജീൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമത്രേ. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തുടച്ച് കളയരുത്. കൃത്യമായിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. IPC 2C adequate and appropriate facilities for hand hygiene in all patient care areas are accessible to healthcare providers.